യൂണിവേഴ്സൽ സ്റ്റുഡിയോ. ഈ വാട്ടർ സ്ലൈഡ് ഷോ ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിംഗപ്പൂർ ചങ്കി എയർപോർട്ടിലുള്ള ഇൻഡോർ വാട്ടർഫോളിനെ പറ്റി. ഹലോ കൂട്ടുകാരെ, സിംഗപ്പൂർ യാത്രയുടെ 2ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാട്ടോടെ ആയാലോ തുടക്കം? യൂണിവേഴ്സൽ സ്റ്റുഡിയോ പേരിൽ പറയുന്നത് പോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവിധ റൈഡുകളും ലൈവ് പെർഫോമൻസസും ഷോസും എല്ലാം അടങ്ങുന്ന ഒരു പോപ്പുലർ തീം പാർക്ക്. ഈ കറങ്ങുന്ന ഗ്ലോബും അതിൻ്റെ മുമ്പിൽ എഴുതി വരുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോയും എന്നൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ മുമ്പിലിരുന്നൊരു ഫോട്ടോയോ വീഡിയോ എടുക്കാതെ പോകാൻ ഞങ്ങൾക്കായില്ല. ആദ്യത്തെ ആളുടെ ഊഴം കഴിഞ്ഞപ്പോൾ ഞങ്ങളും അതിൻ്റെ മുമ്പിൽ നിന്നെടുത്തു ഫോട്ടോയും വീഡിയോയും എല്ലാം. അയ്യോ, ഞങ്ങളുടെ ക്യാമറാമാനും വീഡിയോഗ്രാഫറും ഇതിൽ പെട്ടില്ലല്ലോ. അവർ ഞങ്ങളെ പറ്റിച്ചു. പിന്നെ 2 പേരെയും കൂടെ കൂട്ടുനിർത്തി ഒരു ഫോട്ടോയും കൂടി. ഇനി ജുറാസിക് പാർക്കിലുള്ള ഈ വാട്ടർ വേയിലൂടെ ഒരു യാത്ര. അതിനുശേഷം ഇനി പല റൈഡുകളും ബാക്കി കിടക്കുന്നു. ഏത് പ്രായത്തിലുള്ളവരെയും ഒരുപോലെ ആനന്ദിപ്പിക്കാൻ പറ്റുന്ന ഒരിടമാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. നടന്ന് ഇവിടെ എത്തിയപ്പോൾ കുറേ കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് കുട്ടികൾക്ക് പറ്റിയ എന്തോ പരിപാടിയാണെന്ന്. പക്ഷേ നമ്മളും അറിയാതെ നോക്കി നിന്ന് പോകും. ഈ പെൻഗിനുകളുടെയും കുരങ്ങനും കരടിയും പിന്നെ ഒരാൾ വന്ന് ഇവരെ എല്ലാവരെയും വിളിച്ച് അതിനനുസരിച്ചുള്ള പാട്ടും ഡാൻസും കണ്ടിരിക്കാനുണ്ട്. നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. Universal Studios Singapore, how's everybody doing today? Make some noise! Alright guys, you are just in time for the biggest party in the park. That's right, it's the Madagascar Boogie! ദേ ഇവിടെ ഒരു വലിയ യന്ത്രമനുഷ്യൻ നമ്മുടെ ഒരു 3 ഇരട്ടി പൊക്കം കാണും. വന്ന ആൾക്കാരെ പേടിപ്പിക്കുകയോ എന്തൊക്കെയോ ഒക്കെ ചോദിക്കുകയും പറയുകയും കുട്ടികളുടെ നേരെ ചെല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളും കൂടി നിന്ന് കുറച്ച് നേരം അത് കാണാൻ. പേടിയാകും, കുട്ടികൾ കരയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു കൗതുകം. ഇതേ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ 4 പോപ്പുലർ റൈഡുകളിൽ ഒന്നാണ് 2 റോളർ കോസ്റ്റേഴ്സ് ഇൻ 1. ബാറ്റിൽ സ്റ്റാർ എന്ന് തുടങ്ങുന്ന ഒരു പേര്. ഞങ്ങളാരും കയറിയില്ല, പിള്ളേർ മാത്രമേ കയറിയുള്ളൂ. കണ്ടാൽ തന്നെ പേടിയാകും. അടുത്ത ഡെസ്റ്റിനേഷൻ സെൻറ്റോസ ഐലൻഡാണ്. നിറയെ വാട്ടർ തീം പാർക്കുകളും റിസോർട്ടുകളും ഒക്കെയുള്ള ഒരു ഐലൻഡ്. ഇതിനെ റോഡ് മാർഗവും സിംഗപ്പൂരുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ കേബിൾ കാറുമായും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർ സ്ലൈഡ് ഷോ ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ഇതൊരു സ്ക്രീനിൽ കാണുന്നതല്ല കേട്ടോ. വാട്ടർ ഫൗണ്ടനിലേക്ക് പലതരത്തിലുള്ള ലേസർ ബീമുകൾ അടിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു വീഡിയോ ഷോ ആയിരുന്നു. ഇതുപോലെ ഒരെണ്ണം എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിയിൽ ഒരിക്കൽ നടന്നിരുന്നു. പിന്നെ ഇപ്പോൾ അത് നിന്നുപോയെന്ന് തോന്നുന്നു. അവസാന ദിവസം അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ കയറി ചൈന ടൗണിലേക്കൊരു സഞ്ചാരം. ഇന്ത്യയിലെ ആദ്യ അണ്ടർഗ്രൗണ്ട് മെട്രോ കൽക്കട്ടയിലാണെന്ന് പണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കയറിയിട്ടില്ല. ചൈന ടൗണിൽ നിറയെ സുവനീർ ഷോപ്പുകളും തുണിത്തരങ്ങളും ക്രാഫ്റ്റ്സും ആൻറ്റിക്സും ഒക്കെയുള്ള ഒരു വലിയ ഏരിയ. നമ്മളെപ്പോലെയുള്ളവർക്ക് പറ്റിയ ഷോപ്പിംഗ് ഏരിയ. ഇടുങ്ങിയ വഴികളാണ്. ഈ വഴികളിൽ നിറയെ ഫുഡ് സ്ട്രീറ്റുകളുമുണ്ട്. സിംഗപ്പൂരിൽ വരുന്ന എല്ലാ യാത്രക്കാരും ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്. ഇവിടെ 1827 പഴയ മാരിയമ്മൻ കോവിലും ചൈനീസ് ക്ഷേത്രവും അതുപോലെ ബുദ്ധക്ഷേത്രവുമുണ്ട്. ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് സുവനീറുകൾ വാങ്ങി. ഇനി സിംഗപ്പൂരിലെ ഏറ്റവും പ്രധാന ആകർഷണം. സിംഗപ്പൂരിലേക്ക് പോരുവാണെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞു വിട്ട കാര്യമാണ് സിംഗപ്പൂർ ചങ്കി എയർപോർട്ടിലുള്ള ഇൻഡോർ വാട്ടർഫോളിനെ പറ്റി. ഈ വെള്ളം എന്താ ഇവിടേക്ക് തെറിക്കാത്തതെന്നറിയാൻ ഞാനും ചെന്ന് അതിലൊന്ന് തൊട്ടു നോക്കി. അതൊരു ഗ്ലാസ്സിനകത്തുകൂടിയാണ് വരുന്നത്. ഇവിടേക്ക് വന്നിറങ്ങുമ്പോഴേ കാണണമെന്ന ആഗ്രഹമായിരുന്നു, പക്ഷെ സാധിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടു. 40 മീറ്റർ ഉയരമുള്ള ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർഫോൾ. കൂടാതെ ക്ലൗഡ് ഫോറസ്റ്റിന് സമാനമായ ഒരു ഫോറസ്റ്റും ഇതിനകത്തുണ്ട്. എയർപോർട്ടിലെ സ്കൈ ട്രെയിനും ഇതിനടുത്തുകൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ സിംഗപ്പൂർ അഥവാ ലയൺ സിറ്റിയോട് വിട. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ യാത്രാവിശേഷം? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ടു ഓൾ. ബൈ.